ഇല്ലല്ലോ. അവർക്ക് തിരികെ കയറി സാലറി കിട്ടാനില്ല. കുട്ടികൾക്ക് തിരികെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടപെടൽ കൊണ്ട് മാത്രം, പിന്നെ ഗവർണർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കുട്ടികൾ പുറത്തു നിൽക്കുന്നത്. അതെ, അതും ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളാറായിട്ടില്ലല്ലോ. ഞങ്ങളത് കോളേജിൽ പോയ സമയത്തും പൂക്കോട് പോയ സമയത്തും എന്റെ ബന്ധുക്കൾ പറഞ്ഞ ഇതൊരു സ്വാഭാവിക മരണം എന്നാ പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ രാവിലെ എണീക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അവിടെ നടന്നതാണ്. അവൻ ഉപയോഗിച്ച കണ്ണട, പേഴ്സ്, കണ്ണട, ബെൽറ്റ്, ഇതൊന്നും ഞങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതെവിടെയെന്ന് പറയാൻ പോലും ഒരു അധികാരികൾക്കും ഇപ്പോഴും മറുപടി ഇല്ലാത്ത. ഈ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ അമ്മ പലതവണയും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നതാണ് അത് കുറ്റക്കാരായവർക്ക് തന്നെ കൃത്യമായ ശിക്ഷ കിട്ടിയിട്ടില്ല, അവരെയൊക്കെ വീണ്ടും വളരെ എളുപ്പത്തിൽ വിടുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അമ്മ പറയുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും അത് നീതി വളരെ അകലെയായി തോന്നുകയാണ്. ഈ ഡീനിനെ അസിസ്റ്റന്റ് പറഞ്ഞ നാരായണനെയും കാന്തനാഥനെയും 1 മാസത്തിനകത്ത് തിരികെ എടുക്കാൻ ഓർഡർ വന്നു. ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവരെ 9 മാസമെങ്കിലും അകത്ത് നിന്നത്. അവർക്ക് വേണ്ടി നിയമത്തിന് വേണ്ടി അവർക്ക് ഒരു ബക്കറ്റ് വിരിവരെ കോളേജിൽ നടത്തിയിരുന്നു. അപ്പൊ എത്രത്തോളം അവിടെ അധ്യാപക സംഘടന ഈ സമാനമായ ഒരു സംഭവം കേൾക്കുമ്പോൾ വല്ലാത്ത ദുഃഖം നമുക്കെല്ലാവർക്കും അതുകൊണ്ട് മാത്രം നമുക്കെല്ലാം 2 വർഷം കൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മോൻ പോയാലും അതിനെന്തെങ്കിലും ഒരർത്ഥം ഉണ്ടാവണമെങ്കിൽ ഇത് നീ ഒന്നും നടന്നൂല. അത് വീണ്ടും നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും ശിക്ഷ ഇളവുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. പേടിയില്ല, ആർക്കും പേടിയില്ല. നമ്മൾ പറയുകയായിരുന്നു സിദ്ധാർത്ഥും ഇതിനൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അഡ്മിഷൻ നേടിയവരാണ്. അതെ, റിസർവേഷനിൽ കൂടെ കയറുന്ന കുട്ടികൾക്ക് എന്തോ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നാണ് അറിയുന്നത്. അത് മെറിറ്റ് സീറ്റിൽ കയറുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുന്നില്ല എന്നുകൊണ്ടാണ്.